ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയുടെ ഊഴമാണ് അടുത്തത്. അങ്ങനെ അച്ഛമ്മ പറയുകയാണ്, നീ പ്രസവിച്ച മോനല്ലേ സച്ചി, നീ പറ സച്ചിയുടെയും രേവതിനെ കുറിച്ചും നിനക്കുള്ള അഭിപ്രായം എന്താണെന്ന് പറയാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അമ്മ എന്തൊക്കെ പറയുന്നേ എനിക്കും രേവതിക്കും നന്നായിട്ട് അറിയാം. അത് ഞാനും രേവതിയും കൂടെ പറഞ്ഞാൽ പോരെ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ചന്ദ്ര തന്നെ പറയട്ടെ അവക്ക് പറയാനുള്ളത്, നീ അവക്ക് സമയം കൊടുക്ക. ചന്ദ്ര നീ പറ. അത് പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ചന്ദ്ര, നീ പറ. എൻ്റെ മക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇനി നീ പറ. അത് പിന്നെ കുപ്പിക്ക് പാകമായ അടപ്പ് എന്ന് പറയാറില്ലേ, ഇവര് രണ്ടുപേരും അതുപോലെയാ, ചേരുന്ന കുപ്പിയും അടപ്പും. ചക്കിക്കൊത്ത ചങ്കരനും കേട്ടിട്ടില്ലേ? രണ്ടുപേരുടെയും നാക്കും ഒരുപോലെ തന്നെയാ. ഹാ, ഇതിൽ കൂടുതൽ പറയാൻ എന്താ ഇരിക്കുന്നത്? ഇത്രയൊക്കെ തന്നെ പോരെ. പിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ദേ ഇവന്റെ ചാവിയെ അവളുടെ കയ്യിലാ. എന്റെ കാറിന്റെ ചാവിയാണോ മേ? യോ, എന്റെ കാറിന്റെ ചാവി എന്തിനാ രേവതി നീ എടുത്തത്? ഓ, ദേ എന്റെ പൊന്നു സാച്ചി, അവളെ അവള് ഇവനെ ചാവി കൊടുത്ത് ഇളക്കി വിടും. പിന്നെ അവള് പറയുന്നത് കേട്ട് ബൊമ്മയെപ്പോലെ അവനിങ്ങനെ അനുസരണയോടുകൂടി തലയാട്ടും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. സച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും അവക്ക് മനസ്സിലായി കാണും. പിന്നെ സ്കൂൾ കുട്ടികളെ പോലെ രണ്ടുപേരും വഴക്കടിക്കും. എന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ കാന്തം പോലെ അങ്ങോട്ട് ഒട്ടും. ഇങ്ങനെ ഇവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അത് ഞാൻ സമ്മതിച്ചു തന്നെന്ന് പറഞ്ഞല്ലോ. ഓ, നിങ്ങളെ പോലെ നിങ്ങൾ മാത്രം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ, അമ്മേ ആ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ആ കാന്തം പോലെ ഒട്ടുന്നു, അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞത് ശരിയാ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, എന്തായാലും അത് നന്നായിട്ടുണ്ട്. എങ്കിൽ പിന്നെ അത് ഞാൻ മാറ്റി പറയാം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നോ, ഇനി നീ ഒന്നും മിണ്ടണ്ട, പറഞ്ഞെടുത്തോളം സന്തോഷമായി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതി ഇതൊക്കെ കേട്ടോണ്ട് ചിരിച്ചോണ്ട് നിൽക്കാണ് കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഇനി അച്ഛമ്മ പറയാ. ഞാനോ, ഞാൻ എന്താടാ പറയേണ്ടത്? അമ്മയല്ലാതെ ആരാ പറയേണ്ടത്? അമ്മ പറ. അമ്മയല്ലേ, അമ്മയുടെ വളർത്തുമോനല്ലേ സച്ചി. അത് പിന്നെ നിങ്ങളുടെ ഈ സന്തോഷം തന്നെയാണ് അച്ഛമ്മയുടെ സന്തോഷം. അസൂയാലുക്കളൊക്കെ ഒരുപാട് ഉണ്ടാകും, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. വഴക്കടിച്ച് സ്നേഹിച്ചും പിണങ്ങിയും ഇണങ്ങിയും നിങ്ങൾ ഇതുപോലെ തന്നെ ജീവിത അവസാനം വരെ പോയാൽ മതി. അത് മതി ഈ അച്ഛമ്മയ്ക്ക്. അതാ അച്ഛമ്മയ്ക്ക് കണ്ണടയുന്നവരെ കാണേണ്ടത്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടൻ രേവതിയെടുത്തിയെ കുറിച്ച് ഒന്ന് പറയേ. ഇനി സച്ചേട്ടൻ്റെ കൂടെ വാ. ഒശ്ശോ, ഞാനോ രേവതിയെ കുറിച്ചോ? ഇവളെ കുറിച്ച് എന്ത് പറയാനാ? അച്ഛമ്മയുടെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. ഇവിടെ വന്നപ്പം ഞാൻ ഇവിടുത്തെ സോഫയും കസേരയും ടീപ്പോയും ഒക്കെ പോലെയായി. കാരണം വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാനങ്ങ് കിടക്കും. പിന്നെ ഞാന് ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന്, ഒരു മനുഷ്യനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചത് എൻ്റെ അച്ഛനാ, വേറെ ആരുമല്ല. ഒരു പെണ്ണ്, കല്യാണം, അതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോണം. അപ്പോഴാണ് എൻ്റെ മുറി കയറി ഒരു പെണ്ണ് വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ഭയങ്കര പാടായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. ആ ഏതായാലും എൻ്റെ പുണ്യവാനായ ഏട്ടൻ ചെയ്ത ഉപകാരമാ. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, വലിയൊരു ട്വിസ്റ്റ്. ഒന്നൊന്നര ട്വിസ്റ്റ്. ഉറക്കത്തില് ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആയതേ ഇല്ല. ഉറക്കത്തിലല്ല, സോറി, തുടക്കത്തിലെ. 100 പേര് ഒന്നിച്ചു പിടിച്ചാലും അടങ്ങി നിൽക്കാത്ത ഒരു കാള, അങ്ങനെ കേട്ടിട്ടില്ലേ? അങ്ങനെയായിരുന്നു. പക്ഷെ സ്നേഹമുള്ള ഒരാൾ വന്ന് തുടങ്ങുമ്പം അടങ്ങി നിൽക്കുന്ന ഒരു കാള, ആ അങ്ങനെയായി മാറി ഞാൻ. എൻ്റെ സ്നേഹത്തോടെ തൊട്ടും തലോടിയും പിടിച്ചു നിർത്തിയവളാണ് ഈ പറയുന്ന എൻ്റെ ഭാര്യ രേവതി. അവള് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഞാന് മൊരടനാണ്, കുടിയനാണ്, റൗഡിയാണ് എന്നൊക്കെ എല്ലാവരും പറയും, അത് ശരിയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചത് രേവതി കാരണം. പിന്നെ രേവതി ഞാൻ കുടിയനായിട്ടോ മൊരടനായിട്ടോ ദേഷ്യക്കാരനായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. അവൾ എന്നെ കണ്ടത് വേറൊരു കണ്ണിലൂടെയാ. ആ കണ്ണിലൂടെ അവൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പം അവക്ക് എന്തോ എനിക്കറിയില്ല, എന്താ ഫീലിങ്സ് ഒന്നും. പിന്നെ അച്ഛമ്മയും അച്ഛനും ഒഴികെ വേറെ ആരും എന്നെ അങ്ങനെ കണ്ടിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല, ഒന്നും പറഞ്ഞു തന്നിരുന്നില്ല.
പക്ഷെ രേവതി എന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നി. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി എനിക്ക് എന്നോട് തന്നെ ആത്മാർത്ഥത തോന്നി. അതൊക്കെ എനിക്ക് രേവതിയെക്കുറിച്ച് പറയാനുള്ളത്. രേവതി എന്നെ മാറ്റിയെടുത്തു നിങ്ങളൊക്കെ പറയാറില്ലേ? അതൊന്നും അല്ലാട്ടോ. രേവതിക്ക് വേണ്ടി ഞാൻ മാറിയതാണ്. സച്ചി രേവതിക്ക് വേണ്ടി മാറി. അതാണ് അതാണ് സത്യം പറഞ്ഞാല് യാഥാർത്ഥ്യം. അല്ലാതെ നിങ്ങൾ പറയുന്നൊന്നും അല്ല. ഇത് കേട്ടപ്പോ നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കേട്ടോ. ഇതിൽ കൂടുതൽ എന്തല്ല വേണ്ടത് ഒരു ഭാര്യയ്ക്ക്? ഇത്രയും പുകഴ്ത്തി പറയല്ല, ഉള്ള കാര്യം തന്നെയാണ്. എങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ടോ. അപ്പൊ വീണ്ടും സച്ചി പറഞ്ഞു, പ്രണയവും കല്യാണത്തിനെ കുറിച്ച് ഞാനൊന്നും ആലോചിച്ചിരുന്നില്ല. രേവതിനെ കല്യാണം കഴിച്ചതോടുകൂടി തന്നെ എൻ്റെ ഉള്ളിലും പ്രണയം ഉണ്ടായത്. അത് എൻ്റെ മനസ്സിൽ ഉടനീളം ഇപ്പൊ നിൽക്കുന്നുണ്ട്. ആ പ്രണയം ഒരിക്കലും മാഞ്ഞു പോവില്ല. ഓരോ ദിവസം കൂടും തോറും ആ പ്രണയം കൂടുകയുള്ളൂ. പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും അവിടെ എനിക്ക് പുതിയ അനുഭവം തരുന്നുണ്ട് കേട്ടോ. ഞാനും ഒരു നല്ല മനുഷ്യനാണെന്ന് എൻ്റെ രേവതിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് രേവതിയിലൂടെയാ. ഇതിന് ഞാൻ അവളോട് നന്ദിയല്ലേ പറയേണ്ടത്? ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, മതി 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 നിർത്ത്, ഒരു കാര്യം ചോദിച്ചാൽ ഇങ്ങനെ കുറെ നേരമായില്ല കുണു 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 എന്ന്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, പറയട്ടേടാ, അവൻ പറയട്ടേടാ. ഞാൻ പറയും, എന്റെ ഭാര്യനെ കുറിച്ചല്ലേ. ആ, എനിക്ക് പറയണം, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ പറയടാ മോനെ, ധൈര്യമായിട്ട് നീ പറ. അത് അവളെ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാല് ഞാൻ അനുസരിക്കും. അതിപ്പം കീ കൊടുക്കുന്ന പാവയെ പോലെയാണെന്ന് പറഞ്ഞാലും ബൊമ്മയെ പോലെ തലയാട്ടുന്നെന്ന് പറഞ്ഞാലും അത് കറക്റ്റായ കാര്യം തന്നെയാ. അവള് നല്ല കാര്യം പറയും, ഞാൻ അനുസരിക്കും. പിന്നെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വലിയ മുട്ടൻ അടിയൊക്കെ കൂടാറുണ്ട്. ചിലപ്പോ ഇവിടെ അറിവില്ല. പിന്നെ തെരുവിൽ അടി കൂടിയ എനിക്ക് പരിചയമുള്ളത്. എന്നോട് കളിക്കാൻ വന്നവരെയൊക്കെ ഞാൻ ഒട്ടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ഇവളോട് അടി കൂടുമ്പം ഇവളെ അടിച്ച് നിലംപരിശാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇവളുടെ മുമ്പിലെ ഞാൻ എന്നും തോക്കാറ പതിവ്. എന്നും തോക്കും. എന്നും ഇവള് തന്നെയാ ജയിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അതിന് ഒരു കാരണമുണ്ട്. ഇവളെ കൈയും കത്തിയും അങ്ങനെ കൊണ്ടൊന്നും അല്ല എന്നോട് പെരുമാറുന്നത്, വാക്കുകൾ കൊണ്ടാ. ഇവളുടെ മുമ്പിൽ തോക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാ. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ? ഇനി ബോറടിക്കും. ഇനി രേവതി പറ. രേവതി, നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ രേവതി പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താ ഇപ്പൊ പറയാ, അത് ഞങ്ങൾക്ക് ആശംസകൾ നേർന്നില്ലേ? ആ, ആശംസകൾ നേർന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സച്ചേട്ടനെ കുറിച്ച് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയാൻ ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ സത്യത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കാണുന്നത്. സച്ചേട്ടനെ മനസ്സിലാക്കാനേ അത്ര എളുപ്പമൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ആ, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സച്ചേട്ടൻ പാവാ. പിന്നെ സച്ചേട്ടന് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വഴക്ക് ഓടും എപ്പോഴും. അത് ശരിയാ. പക്ഷെ ഉണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് സച്ചേട്ടൻ ഇണങ്ങും. അത് മറ്റുള്ളവരെ പോലെ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും നടക്കില്ല. മനസ്സിലൊന്നുമില്ല സച്ചേട്ടൻ്റെ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പിന്നില് വ്യക്തമായിട്ട് ഒരു കാരണം ഉണ്ടാകും. അത് എനിക്ക് ഇത്രയും നാളായിട്ട് ആ അനുഭവം കൊണ്ട് മനസ്സിലായതാ. തെറ്റ് ചെയ്യുമ്പോഴാ സച്ചേട്ടൻ കൂടുതൽ വഴക്കിടാറ്. അല്ലാതെ സച്ചേട്ടൻ വഴക്കൊന്നും ഇടാറില്ല. ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിന്റെ മനസ്സാ ഇദ്ദേഹത്തിന്റെ. എനിക്കും അറിയാം എൻ്റെ സച്ചേട്ടൻ പാവമാണെന്നൊക്കെ. നാളെ ഇനിയിപ്പം എനിക്കൊരു കുഞ്ഞ് പിറന്നാലും സച്ചേട്ടൻ തന്നെ ആയിരിക്കും എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ തോന്നാം. നമുക്കത് കാണുമ്പോഴത്തേക്കുമേ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ സച്ചിക്ക് വന്ന സന്തോഷം, സച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അങ്ങനെ പറയുക, സ്നേഹിക്കുന്നവർക്ക് സച്ചേട്ടൻ ജീവൻ പറിച്ചു കൊടുക്കും. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലേ ഞാൻ എൻ്റെ ജീവിതം എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആ ഭയമൊക്കെ മാറി അച്ഛനും അമ്മയും എൻ്റെ അമ്മയും ചേർന്ന് നല്ലൊരാളുടെ കയ്യിലാണ് എന്നെ പിടിച്ചേൽപ്പിച്ചത്. അതിന് 1000 നന്ദിയുണ്ട്. എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് നല്ലൊരു ജീവിതം തന്നു എൻ്റെ സച്ചേട്ടനും. അതുപോലെ എൻ്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന എൻ്റെ സ്വന്തം അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ ചേർന്ന്. അതിന് നിങ്ങളോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ നന്ദി പറയുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ അധികം എനിക്ക് കിട്ടിയിരിക്കുന്നത്.
ഇപ്പോഴല്ലേ ഞങ്ങളുടെ ജീവിതത്തില് ഇത്രയും സന്തോഷം ഉണ്ടായത്. ആ, ഞാനിപ്പോ സന്തോഷവതിയാ. ഇതിൽ പരം എനിക്ക് മറ്റെന്താ വേണ്ടത്? ഇതല്ലേ ഒരു പെണ്ണിന് വേണ്ട ഏറ്റവും നല്ല ജീവിതം. പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. അമ്മ പറഞ്ഞില്ലേ, ആ, അതുപോലെ എൻ്റെ സച്ചേട്ടനെ ഒരു ബൊമ്മയൊന്നുമല്ല. ഞാൻ പറയുന്നതെല്ലാം അതേപടി അക്ഷരം പ്രതി അനുസരിക്കില്ല. ആ, എൻ്റെ സച്ചേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ഒരുപാട് തിരകളുള്ള പച്ചയായ മനുഷ്യനാ എൻ്റെ സച്ചേട്ടൻ. അതാ എനിക്ക് പറയാനുള്ളത്. ഉം. ഇനിയും പറയാൻ ഒരുപാടുണ്ട്. പറഞ്ഞാലേ ഇന്നൊന്നും തീരില്ല. സ്നേഹിക്കുന്നവർ ഒരിക്കലും സച്ചേട്ടൻ കൈവിടില്ല, ചേർത്ത് പിടിക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നെയും അതുപോലെ തന്നെയാ, ചേർത്ത് പിടിക്കും. എനിക്ക് വേണ്ടി എന്തും ചെയ്യും. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തും. ഒരു ഭാര്യയ്ക്ക് ഇതിൽ പരം എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതുപോരെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. സച്ചിയുടെ കണ്ണ് ഒഴുകുന്നു, അച്ചമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, രവീന്ദ്രന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ എന്ത് പുച്ഛം, മൊത്തം പുച്ഛം. നമ്മുടെ ശ്രുതിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവരും പുച്ഛം, ഫീലിംഗ് പുച്ഛം. അങ്ങനെ നമ്മുടെ രേവതിയുടെ പറച്ചിലൊക്കെ കഴിഞ്ഞു. രേവതി പറഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, മതി മതി, നിർത്ത്, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഇതെന്താ കുറെ നേരമായില്ലേന്ന്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സച്ചേട്ടന്റെ മനസ്സിൽ എന്തോ ഒരു വേവലാതിയുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. സച്ചേട്ടൻ ഇങ്ങനെ മുരടനായതും ദേഷ്യക്കാരനായതും സ്നേഹമില്ലാത്തവനായതും ഒക്കെ എന്തോ കാരണമാ. സച്ചേട്ടന്റെ ജീവിതത്തിലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മുമ്പ്. അതും പണ്ട് പ്രധാനപ്പെട്ട എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. അത് 100% ഉറപ്പാ. ഞാനത് പലതവണ സച്ചേട്ടനോട് ചോദിച്ചു. പക്ഷേ സച്ചേട്ടൻ അത് പറഞ്ഞില്ല. സച്ചേട്ടന്റെ സ്വഭാവം മാറാൻ ഏറ്റവും പ്രധാന കാരണം പണ്ട് നടന്ന എന്തോ സംഭവം. അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ സുധീനെ ആട്ടോ ശ്രദ്ധിക്കേണ്ടത്. സുധി നിന്നങ്ങോട്ട് വിയർക്കാണ്, പരവശം കൊള്ളുകയാണ് നമ്മുടെ സുധി കേക്ക് തിന്നോണ്ടിരുന്ന സുധിയുടെ കേക്ക് താഴെയും പോയി കേട്ടോ. നമ്മുടെ ശ്രീകാന്ത് അല്ല, ശ്രുതി ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പൊ സച്ചി അല്ല, രേവതി വീണ്ടും പറഞ്ഞു, ഞാൻ പലതവണ ഇത് ആവർത്തിച്ച് സച്ചേട്ടനോട് ചോദിച്ചെങ്കിലും ഇതുവരെ സച്ചേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് അച്ഛനും അച്ഛമ്മയൊക്കെ പറയാറുണ്ട്. അത് ശരിയാണ്. പക്ഷെ സച്ചേട്ടന് എന്തുകൊണ്ട് എന്നോട് ആ കാര്യം പറയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട്. അതെന്തായിരിക്കും സച്ചേട്ടൻ എന്നോട് പഴയ കാര്യങ്ങളൊന്നും പറയാത്തത്? പക്ഷെ സച്ചേട്ടന്റെ മനസ്സിൽ ഏറ്റവും നന്നായിട്ട് മുറിവ് തട്ടിയിട്ടുള്ളതും ആ മുറിവ് ഉണങ്ങാത്തതും ആയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ ആകെയുള്ള ആ ഒരു രഹസ്യം അത് ഇത് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇന്ന് നമ്മുടെ വിവാഹ വാർഷിക ദിനമല്ലേ? ഞാൻ സച്ചേട്ടനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ. ഇന്നെങ്കിലും സച്ചേട്ടൻ എന്നോട് അത് പറയണം. അതെന്താ സച്ചേട്ടൻ പറ. സച്ചേട്ടന്റെ മനസ്സിലെ ഉണ്ടായ ആ മുറിവിന് കാരണം എന്താണ്? അത് പറ സച്ചേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, ഷോ കുറെ നേരമായല്ലോ, നിർത്ത്, ബാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഇതെന്താ മറ്റേ കഥ പറഞ്ഞ് അങ്ങ് കാട് കയറി പോകുന്നത്? മനുഷ്യന് വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അങ്ങോട്ട് തുടങ്ങി. വേറൊന്നും കൊണ്ടും അല്ല കേട്ടോ, സുധിക്കിപ്പം ഈ വിഷയം അങ്ങ് മാറ്റിവിടണം. ഈ വിഷയം അങ്ങോട്ട് തുടർന്നോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് നിൽക്കുന്നത് സുധിയിൽ തന്നെയാണ്. അപ്പം സുധിയും സച്ചിയും ഇവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ആ വീട്ടുകാർക്കും അറിയാം. പക്ഷെ അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുധിക്ക് ഏറ്റവും വലിയ പ്രശ്നമാകും. സുധിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സച്ചി അത് ഇപ്പം പറയാത്തത്. സച്ചി എന്നല്ല, അച്ചമ്മ ആയിക്കോട്ടെ, രവീന്ദ്രൻ ആയിക്കോട്ടെ, നമ്മുടെ സുധി ആയിക്കോട്ടെ, ചന്ദ്ര ആയിക്കോട്ടെ, ഇവരാരും അതുകൊണ്ടാട്ടോ അത് പറയാത്തത്. ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു, ശോ ഭക്ഷണമൊക്കെ കഴിക്കാൻ വരട്ടെ. എല്ലാവരും പറഞ്ഞു രേവതി ചേച്ചിനെ കുറിച്ച് 1000 നാവായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഇവിടെ ഒരാൾ മാത്രം പറഞ്ഞിട്ടില്ല, രേവതി ചേച്ചിയുടെ അമ്മ. അമ്മ പറഞ്ഞില്ല, പിന്നെ ആരാ പറയുന്നത്? അത് പിന്നെ ഞാൻ എന്ത് പറയാനാ മോളെ? എനിക്ക് സത്യം പറഞ്ഞാല് പറയാനൊന്നും തന്നെ ഇല്ലാന്ന്. ഈ ഒരു സമയത്താണ് ഒരാള് പുറത്ത് വന്നത്. വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ ശരത്താണ് കേട്ടോ. അങ്ങനെ ശരത്ത് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് വരികയാണ്. അപ്പം നമ്മുടെ അച്ഛമ്മേനെ കാണിക്കുന്നു. വീണ്ടും അകമാട്ടോ കാണിക്കുന്നത്, വീടിനകം. അങ്ങനെ അച്ഛമ്മ പറയാ, അതെ, രേവതി മോളെ കുറിച്ച് 2 വാക്ക് പറ, സ്വന്തം മോളല്ലേ.
ഉം, ഞാൻ പറയാം. എനിക്ക് സച്ചി എൻ്റെ മകനെ പോലെ തന്നെയാ, എൻ്റെ മൂത്ത മകനെ പോലെ. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ശരത്തിനെ കണ്ടത്. അങ്ങനെ ശരത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ലക്ഷ്മിക്ക് പറയാനും പറ്റിയില്ലോ. അയ്യോ, സച്ചി നോക്കിയപ്പോ ദേ നമ്മുടെ ശരത്ത് വെളിയിൽ വന്ന് നിൽക്കുന്നു. രേവതി നോക്കിയപ്പോ ശരത്ത് വെളിയിൽ വന്ന് നിൽക്കുന്നു. ലക്ഷ്മിയും പേടിച്ചു പോയി, ദേവുവും പേടിച്ചു പോയി. കൈ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ സച്ചി പേടിച്ചില്ല. സച്ചിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. സച്ചി അടിമുടി ഇങ്ങനെ നോക്കുകയാണ് ശരത്തിനെ. അങ്ങനെ ശരത്ത് ധൈര്യപൂർവ്വം കയറി വന്നു. രേവതി പേടിച്ച് സച്ചിയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുക, ഇനി സച്ചി എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല കൈക്ക് എങ്ങനെയുണ്ട്, ശരിയായോ? ആ, ശരിയായി. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ദേവ് പറഞ്ഞു നിനക്ക് എന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. ആ, പോയിട്ടാ ഞാൻ വന്നത്. ഞാൻ പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ടാ ഞാനിങ്ങ് പോകുന്നത്. എനിക്കിന്ന് വരാതിരിക്കാൻ പറ്റുമോ? ബാ മോനെ ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ വിളിക്കുകയാണ്. അപ്പം ശരത്ത് പറഞ്ഞു, അതെ ഞാൻ ഇപ്പം സ്വന്തമായിട്ട് ക്യാഷ് സമ്പാദിക്കാൻ തുടങ്ങി അങ്കിളെ. സൈഡായിട്ട് ചെറിയ ജോലിയുണ്ട്. ഞാൻ അധ്വാനിച്ച കാശും കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു സമ്മാനം എൻ്റെ ചേച്ചിക്കും അളിയനും കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ടതും വീണ്ടും നമ്മുടെ സച്ചിയുടെ പേര് വിരലിൽ നിന്ന് ഇങ്ങനെ വിറച്ച് പെരുത്ത് കയറുകയാണ് കേട്ടോ. എന്ത് പറയണമെന്നറിയില്ല സച്ചിക്ക്. ഏതായാലും ഈ സമയത്ത് അശോകൻ ഉണ്ടല്ലോ അവിടെ. അശോകൻ പറഞ്ഞു, നന്നായി മോനെ, ആൺകുട്ടികളായ ഇങ്ങനെ വേണം, കുടുംബത്തിനോട് ഉത്തരവാദിത്തം വേണം. രവീന്ദ്ര, അവന് ചേച്ചിയോടും അളിയനോടുമുള്ള സ്നേഹം കണ്ടല്ലോ, ഇങ്ങനെ വേണം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ആ എന്നാ പിന്നെ കൊടുക്ക്, നേരിട്ട് കൊടുക്ക്. ആ അതെ, ഞാൻ കൊടുക്കാൻ പോവാ. ഇന്നാ ചേച്ചി, അളിയാ ദേ ഇത് നേരിട്ട് തന്നെ എൻ്റെ കൈ കൊണ്ട് തരണമെന്ന് തോന്നി, അതാ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാതിരുന്നത്. ഇന്നാ പിടിക്ക് എന്ന് പറഞ്ഞ് നീട്ടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. രേവതി അതിനേക്കാളും സ്തംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ശരത്ത് പറഞ്ഞു, എന്നാ ചേച്ചി ഇത് മേടിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സച്ചി ആ ഡ്രസ്സ് അങ്ങ് മേടിക്കുകയാണ്. മേടിച്ചിട്ട് പിന്നെ അവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി അങ്ങ് മാറ്റിമറിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മുടെ സച്ചി നല്ല രീതിയിൽ തന്നെ ശരത്തിനോട് പെരുമാറുക. ശരത്തെ ഇങ്ങ് താടാ, തുണി ഇങ്ങ് താടാ, ആഹാ ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് എടുക്കുന്നു, സാരി എടുക്കുന്നു, കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എടുക്കുന്നു. ആകെ മൊത്തം നമ്മുടെ സച്ചിക്ക് ഒരു മാറ്റം. നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനും രേവതിക്കും അല്ലേ അറിയത്തുള്ളൂ രാവിലെ വഴക്ക് കഴിഞ്ഞിട്ടാണ് ഇവരിവിടെ വന്ന് നിൽക്കുന്നതെന്ന്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ വഴക്ക് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും, അതും നടക്കുന്നില്ല കേട്ടോ. അതും പോരാഞ്ഞിട്ട് എൻ്റെ അളിയൻ ഇങ്ങ് വന്നേ, അളിയനൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കേക്ക് വരെ വായിൽ വെച്ച് കൊടുക്കാണ്. എന്നാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാമേ.